welcome back to my YouTube channel and you're watching Dhyan Vlogs. So, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ന്യൂ ബോൺ ബേബിയുടെ നൂലുകെട്ട് അഥവാ നെയിമിംഗ് സെറമണി ആണ് ഇന്ന്. സോ അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ്. സോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് ഏത് എങ്ങനെ എവിടെ എന്നൊക്കെ വിചാരിക്കും. സോ ഏത് ന്യൂ ബോൺ ഏത് ബേബി എല്ലാം നിങ്ങൾ വിചാരിക്കും. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം കേട്ടോ, നിങ്ങൾ കണ്ടു നോക്കിക്കോ. ഇവിടെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ കാണിച്ച ഒരു വീഡിയോ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് ഇട്ടതേ ഉള്ളൂ ഗായ്സ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ന്യൂ ബോൺ വന്നു, ന്യൂ ബോണിൻ്റെ നൂലുകെട്ടായി. സോ അപ്പോൾ ഞാൻ ന്യൂ ബോൺ എന്ന് പറഞ്ഞ് എനിക്ക് മതിയായി. സോ അപ്പോൾ നമ്മുടെ ബേബി വന്നിട്ട് ജെൻഡർ റിവീൽ ചെയ്യാം ഞാൻ. നമ്മുടെ ബേബി പറയട്ടെ, ജെൻഡർ ഇപ്പം തന്നെ പറയാം. നമ്മുടെ ബേബിയുടെ ജെൻഡർ എന്ന് പറയുന്നത് Any guess? Boy or girl? Guess. Yeah, it's a boy. So അപ്പോൾ നമ്മുടെ മിത്രയ്ക്ക് ബോയ് ബേബിയാണ്. സോ അപ്പോൾ നെയിം ഇപ്പം ഞാൻ പറയുന്നില്ല. സോ നെയിം എന്തായാലും നിങ്ങൾ ഇതിലെല്ലാം ഞാൻ നെയിം എല്ലാം കാണിക്കുന്നുണ്ട്. സോ അപ്പോൾ അടിപൊളി വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയും. സോ അപ്പോൾ കണ്ടോളൂ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി ആ ചടങ്ങുകളിലേക്ക് കടക്കാം. സോ അപ്പോൾ ഇവിടെ കുറേ ആചാരങ്ങളൊക്കെ ഉണ്ട്. എനിക്കത് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല. ഇവിടെ സത്യം പറഞ്ഞാൽ അമ്മമാർക്ക് പോലും അറിയില്ല കേട്ടോ. അപ്പം അമ്മമാരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് ഞങ്ങൾ ബോർഡൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ അറിവ് കഴിക്കുമ്പോൾ ബേബിയുടെ നെയിം വരും, അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ അപ്പം എന്തായാലും നമ്മുടെ ബോയ് ഒരു ബേബി ബോയ് ആണെന്ന് എനിക്ക് മനസ്സിലായല്ലോ. സോ അപ്പോൾ ഈ നമ്മുടെ ബോയിൻ്റെ നെയിം അറിയാനായിരിക്കും എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. സോ അപ്പോൾ നമ്മുടെ നെയിം ഒക്കെ ഉടനെ പറയുന്നതായിരിക്കും. സോ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലച്ചത്തെയും അരുണമാമനും മിത്രയും എല്ലാവരും കൂടിയിട്ട് ഇരുന്നു. സോ ഇനി നമുക്ക് ചടങ്ങുകളിലേക്ക് കലക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ചടങ്ങുകളുടെ പേരും അറിയില്ല, എന്നൊക്കെ അറിയില്ല. പിന്നെ അവിടെ ഗോൾഡൊക്കെ വെച്ചിട്ടുണ്ട്, എന്തോ അമ്മക്കല്ലോ അതിലെന്തോ ഗോൾഡൊക്കെ വെച്ചിരിക്കുന്നത്. സോ ആചാരങ്ങളൊക്കെ കുറേ ഉണ്ട്. സോ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഐ തിങ്ക് നമ്മുടെ മിത്രയുടെയും നമ്മുടെ ബേബീൻ്റെയും മാമിയാണ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മുടെ അരുണമാമൻ്റെ ചേച്ചിയാണ്. സോ അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ ഉണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കോ. എനിക്ക് പറഞ്ഞു തരാനും എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും അറിയില്ല. നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കിക്കോ. ഞങ്ങളുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ കുറച്ച് തമിഴും മലയാളവും എല്ലാം കൂടിയിട്ടുള്ളൊരു കൾച്ചറാണ്. അപ്പോൾ കുറേ ആചാരങ്ങളുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ട് മടുത്തു കേട്ടോ, കുറേ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഒരുവിധം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ ഒരുപാട് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ടാണ് അത് കഴിഞ്ഞ് നമ്മുടെ നൂലുകെട്ടിൻ്റെ മെയിൻ കാര്യം നൂല് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നൂലൊക്കെ കെട്ടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗോൾഡും സിൽവറൊക്കെ അതിൻ്റെ ഇടയിൽ വെച്ച് അമ്മിക്കലിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ശാന്തിയമ്മ എല്ലാം പറഞ്ഞെടുക്കും. ഞാൻ പറഞ്ഞില്ല, അമ്മമാർക്ക് ഇതൊന്നും എന്നെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ അമ്മമാരാണ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അവർ പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ചിട്ടാണ് ഇവർ ചെയ്യണതെല്ലാം. സോ അപ്പോൾ അതൊരു കാര്യമാണ്, പറഞ്ഞു കൊടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. ഈ കൺമഷിയും വള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ബേബിയുടെ പുറത്ത്, കാലില്, വയറ്റില്, പിന്നെ തലയിൽ, അങ്ങനെ 3 വട്ടം വെച്ചെടുക്കും കേട്ടോ. ഇത് ഇനി നമ്മുടെ മെയിൻ സാധനം കരിവള ഇട്ട് കൊടുക്കുന്നതാണ് ഇത് കേട്ടോ. കരിവളം തന്നെയാണോ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. സോ എന്തായാലും ഈ ഒരു ബ്ലാക്ക് കളർ ബാംഗിൾസ് നമ്മുടെ വാവയുടെ കയ്യിൽ ഇട്ട് കൊടുക്കണം. അത്രയും പറഞ്ഞാൽ മതിയല്ലോ അല്ലേ. ഈ കാലിൽ ഈ ഒരു വെള്ളി കിലുങ്ങുന്ന സാധനം ഇട്ട് കൊടുക്കുക. എൻ്റെ പേരെനിക്കറിയില്ല. അവർ എന്തോ താള അങ്ങനെ എന്തോ ആണ് വീട്ടിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത്. സോ അപ്പോൾ അത് ഇട്ട് കൊടുക്കണം. അതും ഇതേപോലെ 3 വട്ടം നമ്മുടെ കാലിലും വയറ്റിലും നെറ്റിയിലൊക്കെ വെച്ച് എടുക്കുന്നുണ്ട്. സോ അപ്പോൾ അതിട്ട് കൊടുത്തു. അടുത്ത് നമ്മുടെ ഗോൾഡ് റിങ്, ഗോൾഡ് ചെയിന്, ഗോൾഡ് വള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ബേബിക്ക്. അങ്ങനെ അതും ഞങ്ങൾ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് അടുത്ത ആചാരങ്ങളിലേക്ക് പോവാം.
ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ട്, നമ്മുടെ നൂലുകെട്ടിലെ തന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പോർഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. വേറെ നല്ല റിബൺ വലിച്ചിട്ട് നമ്മൾ നെയിം റിവീൽ ചെയ്യാൻ പോവുകയാണ്. സോ ലെറ്റ്സ് റിവീൽ ദ നെയിം. 3, 2, 1 go. സോ നമ്മുടെ ബേബിയുടെ നെയിം വിഹാൻ രാജ് AG. അങ്ങനെ നമ്മൾ വിളിക്കില്ല, ജസ്റ്റ് മിതു ബേബി. ഇതാണ് നമ്മുടെ 461K അടിച്ച റീലിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ആള്. വേറെ ആരുമില്ല, സച്ചു ചേട്ടൻ. സച്ചു അല്ല, സന്തോഷ് മാമന്റെ ചച്ചൂട്ടൻ. സോ അങ്ങനെ നമ്മുടെ ബാക്കിയുള്ള ഫാമിലിയാണ് ഇത്. ഞങ്ങൾ എല്ലാവരും പേരൊക്കെ കണ്ടിട്ട് ഇരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു കേട്ടോ പേരൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എന്നാലും ഒരു ഇത് വേണമല്ലോ, അതുകൊണ്ടാട്ടോ. അത് കഴിഞ്ഞ് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. വിചാരിക്കും നോർമൽ ലോങ് വീഡിയോസ് പോലെ അല്ലല്ലോ ഈ ഒരു വീഡിയോ. യെസ് ഗേൾസ്, ഓഫ് കോഴ്സ് നോർമൽ ലോങ് വീഡിയോസ് പോലെ അല്ല. ബിക്കോസ് ഇത് ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ടാണ് നിങ്ങളിത് കുറച്ച് മാത്രം കണ്ടത് കേട്ടോ. ബിക്കോസ് ഇങ്ങനെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള സമയത്ത് നമുക്ക് എപ്പോഴും വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യും. സോ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് വലുതായിട്ടൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. സോ അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ ഫോണിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ഓഫ് ആയി പോവും. പക്ഷേ അന്ന് സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അമ്മ സ്വിച്ച് ഓഫ് ആയെന്ന് വെറുതെ പറഞ്ഞതാണ്. സോ അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ ഒരു വീഡിയോയ്ക്ക് ഒരുപാട് ക്ലിപ്സ് ഇല്ല. ബിക്കോസ് ഞങ്ങൾ മാക്സിമം എൻജോയ് ആണ് ചെയ്തത് കേട്ടോ. അപ്പം ഒരുപാടൊന്നും ക്ലിപ്സ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക. സോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ബൈ, സീ യു.